തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾ ഇന്ന് പുനരാരംഭിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തെറ്റുകൾ തിരുത്താനും ഒക്ടോബർ 14 വരെയാണ് അവസരം. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 25 പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ ദിവസം 11 സെപ്റ്റംബർ നമ്മൾ ഒരു ഇൻക്ലൂസീവ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ്റെ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഉദ്ദേശിച്ചത് നമ്മൾ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസിന് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും, അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ വർക്ക്ഷോപ്പാണ് നമ്മൾ നടത്തിയത്. വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ നമുക്ക് എത്ര ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തും എന്നുള്ളതെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് വോട്ടർ പട്ടിക പുതുക്കുന്നതിന് വീണ്ടും അവസരം ലഭിക്കുന്നത്. ഇന്നു മുതൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും. ഒക്ടോബർ 14 വരെ അപേക്ഷകൾ നൽകാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 25 പ്രസിദ്ധീകരിക്കും. പട്ടികയിലുള്ളവർക്കും പുതുതായി പേര് ചേർക്കുന്നവർക്കും 9 അക്ക സവിശേഷ വോട്ടർ നമ്പർ നൽകുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. SCC എന്ന് ഇംഗ്ലീഷിലും പിന്നാലെ 9 അക്ക നമ്പറും ചേർന്നായിരിക്കും ഇത്. പിന്നീട് തിരുത്തലോ ബൂത്ത് വാർഡ് മാറ്റമോ വരുത്തണമെങ്കിൽ റഫറൻസായി ഈ നമ്പർ നൽകണം. ഇതാദ്യമായാണ് തദ്ദേശ വോട്ടർ പട്ടികയിൽ സവിശേഷ നമ്പർ നൽകുന്നത്. ഈ വർഷം ജനുവരിയിൽ 18 വയസ്സ് പൂർത്തിയാക്കിയവരെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തുക. തിരുത്തലുകളോ മാറ്റങ്ങളോ വരുത്തണമെങ്കിൽ നിശ്ചിത ഫോറത്തിൽ ഓൺലൈനായോ നേരിട്ടോ അപേക്ഷിക്കാം. അപേക്ഷിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ അറിയിപ്പും കൂടിക്കാഴ്ചയ്ക്കുള്ള ഷെഡ്യൂളും പിന്നാലെ ലഭിക്കും. നിശ്ചിത സമയത്ത് രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ജനം, തിരുവനന്തപുരം.